പേടിപ്പെടുന്നല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ നമുക്ക് ഓക്കെ, പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഓക്കെ നല്ലൊരു വർക്കാണെന്ന് എല്ലാവരും പറയും. നല്ല ത്രില്ലറാണ് പടം, അതുകൊണ്ട് ബോറടി ഇല്ലാതെ കാണാൻ പറ്റി. നല്ലൊരു പടമാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആണ്. ആക്ച്വലി നല്ല ക്രാഫ്റ്റിംഗ് ആണ് അഭയുടെ. വേറെന്താണ്, എൻജോയ് ചെയ്തു നന്നായിട്ട്. ഇത് ഡയറക്ടർ പറഞ്ഞത് പ്രസ് മീറ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ കോമൺ ഓഡിയൻസിന് തിയേറ്ററിൽ നിന്ന് പടം കാണട്ടെ. അല്ല, എനിക്കത് ഇപ്പം എൻ്റെ അടുത്ത് ഡയറക്ടർ ഇതിൻ്റെ റൈറ്റർ ഒന്ന് കഥ പറയുമ്പോഴും അതിൻ്റെ നിങ്ങൾ കണ്ടപ്പോൾ അറിയാലോ എന്തോ അതിന് ലാസ്റ്റ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ എടുക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് എൻ്റെ പേഴ്സണലി എനിക്കൊരു പ്രശ്നം ഉണ്ടാവും, ഇമേജ് കോൺഷ്യസ് ആണോ ചോദിച്ചപ്പോൾ ഞാൻ അല്ലാന്ന് പറഞ്ഞു. കാരണം നമ്മൾ ആക്ടറും എൻ്റെ പേഴ്സണൽ ഇമേജ് രണ്ടാന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഡെഫിനറ്റ്ലി ഹാഡ് എ കൺസേൺ. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല, എനിക്ക് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടാണ് തോന്നിയത്. അതറിയില്ല. ഒരു ജനറേഷൻ മാറുമ്പോൾ ഒരു കോൺസെപ്റ്റ് മാറുമല്ലോ. അപ്പം ആ ഒരു മൊറാലിറ്റി, അവരുടെ കോൺഷ്യസ്നസ് എന്തോ നമുക്ക് അറിയില്ല. അപ്പം പക്ഷേ ഡയറക്ടർ പറയുന്ന റൈറ്റ്സ് അവർ ക്ലെയിം ചെയ്യുന്ന പോലെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കുടുംബങ്ങളിൽ, ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ വായിച്ചല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ അവർ എക്സ്പോസ് ചെയ്യാനെടുത്ത ഒരു ധൈര്യത്തെ വി ഷുഡ് അപ്രീഷിയേറ്റ് എന്നുള്ളത്. അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തോ അത് പെർഫോമൻസിൽ വന്നു എന്നുള്ളതൊക്കെ നിങ്ങളെ പറയട്ടെ, അല്ലെങ്കിൽ കോമൺ ഓഡിയൻസ് പറയട്ടെ. ലെറ്റ്സ് സീ ആഫ്റ്റർ ദ റിലീസ്. അല്ല, ആവട്ടെ എന്ന് സംസാര വിഷയമാവട്ടെ. അതിങ്ങനെ രണ്ടഭിപ്രായം വരാമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ സിനിമയെ കണ്ട അവസാനത്തെ ഭാഗം വിശ്വസിക്കാത്ത ഒരു ജനറേഷൻ ഉറപ്പായിട്ടുണ്ട്. അത് നടന്നാൽ പോലും അത് വിശ്വസിക്കാൻ എന്താ പറയുന്നത് തയ്യാറല്ല. ഇത് നടക്കും മനസ്സിലാക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ അത് ചർച്ചയാവട്ടെ. നടക്കൂലെന്നും ഇല്ലാന്ന് പറയട്ടെ. അതാണ് പടത്തിന്റെ ഇന്റൻഷനും എന്ന് തോന്നുന്നു. നാളെ എനിക്കൊരിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് GPയുടെ എല്ലാവരും അവരുടെ ഭാര്യമാരൊക്കെ ഒരു ഇടി തരാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ആ ക്യാരക്ടറിന് തട്ട് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് വർക്കായെന്നതിൻ്റെ അർത്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി ലെറ്റ്സ് സീ ആഫ്റ്റർ ടുമോറോ നമ്മൾ 22 റിലീസ് ചെയ്തിട്ട് നോക്കാം. ഒരു നല്ലൊരു കോമൺ ഓഡിയൻസ് വരുമല്ലോ അത് കാണാൻ. അപ്പോൾ നമുക്ക് ആ വയസ്സില്ലാത്തൊരു റെസ്പോൺസ് അറിയാൻ പറ്റും. ആസ് എൻ ആക്ടർ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ കുഡ് ആക്ട് ഇൻ ദിസ് മൂവി. താങ്ക് യു. എന്നോടോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ലേ, ഒരു ആക്ടറല്ലേ. ഹേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്റെ സർപ്രൈസ് ഒക്കെ കളയണ്ടേ? സസ്പെൻസ് എൻഡിങ് സർപ്രൈസ് ആണ്. ഞാനതുകൊണ്ടൊന്നും പറയുന്നില്ല, അതിനകത്ത് ഞാനങ്ങനെ കമന്റ് ചെയ്യുന്നില്ല. ഇത് കഴിയുന്നത് പൊതുവെ ഞാനങ്ങനെ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കാറില്ല. ഡയറക്ടേഴ്സിന് എപ്പോഴും പറയാറുള്ള പോലെ അവർക്ക് ഞാൻ ഓക്കെ ആണെന്ന് തോന്നുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് പോയി ഒന്ന് പിച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. ഡയറക്ടേഴ്സിന് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് വാശി പിടിച്ചാൽ ഞാൻ പലപ്പോഴും ഇല്ലയാണ്. അപ്പം ഇങ്ങനെ ഒരു കഥയെ 2 പ്രാവശ്യം ചോദിച്ചു ഞാൻ തന്നെ വേണമെന്ന്. അപ്പോൾ അവർക്ക് ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ പറഞ്ഞ പോലെ സീക്രട്ട് ഹോംസ് ഒരുപാടുണ്ട്. നമ്മൾക്ക് അറിയുന്ന കഥകൾക്ക് പിന്നാമ്പുറത്ത് വേറെ പല കാര്യമുണ്ട്. അപ്പം അത് അവതരിപ്പിച്ച് കാണിക്കലാണ് നമ്മൾ ആക്ടേഴ്സിന്റെ ജോലി. അപ്പം അതൊരു ഡയറക്ടർ ആവശ്യപ്പെട്ട് അത് ചെയ്യുക അത്ര വളരെ അല്ലേ. ഡാർക്ക് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇതൊക്കെ നാളെ സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ പറയട്ടെ. ഞാനിതിനെ കുറിച്ച് പറയുന്നില്ല. ആൾക്കാരെന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് അത് ആ വെയിറ്റിംഗ്. നമ്മളതിനെക്കുറിച്ചൊരു കാര്യം പറയാൻ തയ്യാറല്ല, ധൈര്യവുമില്ല. ആൾക്കാർ എന്താണോ സിനിമ കാണുന്നതെന്ന് നമുക്ക് അത് എൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വേറൊരു തരത്തിലുള്ള ഒരു എനിക്കറിയത്തില്ല പോലെ. ഞാനും കുറച്ച് നെർവസ് ആണ്. ആൾക്കാർ എന്താ പറയുന്നതെന്ന് അറിയാൻ ഞാനും കുറച്ച് നെർവസ് ആണ്. കാരണം സാധാരണ അങ്ങനെ ധൈര്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ ഇത്. ഞാൻ ഡയറക്ടറിൽ ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു. അദ്ദേഹം ഭയങ്കര കൃത്യമായിട്ട് ഞാൻ തന്നെ ചെയ്യണം എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് 2 പ്രാവശ്യം സംസാരിച്ചു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും വരുന്ന പത്രം നമ്മളിപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. അതിനകത്താണ് ഈ കഥകളൊക്കെ വരുന്നത് അല്ലേ.
അത്രേ ഉള്ളൂ. അതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ. യഥാർത്ഥ ജീവിതത്തെ യഥാർത്ഥ കേസ് ആസ്പദമാക്കിയിട്ട് എഴുതിയാൻ തോന്നുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പൊ നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. 4 ക്യാരക്ടേഴ്സാണ്. ഫസ്റ്റ് ഹാഫിനാണ് കൂടുതലും ശിവതയും അപർണയും ചന്തുവാണ്. 3 പേര് നന്നായി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിനാണ് അനു വരുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് പ്രതീക്ഷകളില്ലാതെ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നിരാശ ഉണ്ടാവില്ല. ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്.